മാത്രമല്ല ഇതിൽ വരുന്ന പല സംഗതി ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന ഉപകരണം എന്ന് പറഞ്ഞത് അത് വെറും 40,000 രൂപ മറ്റേ ഉള്ളൂ. അപ്പോൾ അത് വലിയ ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അത് വലിയ തുകയേ അല്ല, വളരെ നാമമാത്രമായ തുകയേ ഉള്ളൂ. അപ്പോൾ അത്ര തുക അതിനേക്കാൾ തുക HDS ഫണ്ടിലേക്ക് ഞങ്ങളുടെ രോഗികൾ പിന്നെ സംഭാവനയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ HDS ഫണ്ടിൽ തന്നെ ഇത്രയും വലിയൊരു തുക 50 ലക്ഷത്തിലേറെ തുക ഞങ്ങളുടെ രോഗികൾ കൊടുത്തു. അപ്പോൾ ആ തുക അപ്പോൾ പണത്തിന്റെ പ്രശ്നമല്ല, പണത്തിന്റെ പ്രശ്നമേ അല്ല. ഇതിനകത്ത് വരുന്ന മറ്റ് അനാസ്ഥകളും ചുവപ്പ് നാടകളും മാത്രമേ ഉള്ളൂ. ശരി, ഡോക്ടർ ഹാരിസ്, ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ജനപിന്തുണ, രോഗികളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ, സഹപ്രവർത്തകരുടെ പിന്തുണയൊക്കെ ലഭിച്ച സാഹചര്യത്തിൽ സാധാരണ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു മറുപടി അല്ല ഉണ്ടായത്. ആദ്യം നടപടി എന്നൊക്കെ പറഞ്ഞെങ്കിലും അതുകൊണ്ട് ഇനി ഇത് കഴിയുമ്പോൾ, ഇത് തണുക്കുമ്പോൾ ഇത് നടപടിക്കുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാര നടപടി? പ്രതികാര നടപടി എടുക്കേണ്ട തരത്തിലുള്ള തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ കൈക്കൂലി വാങ്ങിച്ച ആളല്ല, കള്ളത്തരങ്ങൾ കാണിച്ച ആളല്ല, രോഗിയുടെ പരിചരണത്തിൽ അനാസ്ഥ കാണിച്ച് രോഗികൾക്ക് അപകടം വരുത്തിയ ആളല്ല. രോഗികൾക്ക് നന്മ വരണം, അവരുടെ കാര്യങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ നടക്കണം എന്ന് അതിനകത്ത് ഇപ്പൊ എനിക്ക് പണിഷ്മെന്റ് വരണമെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക? അപ്പൊ അതിനകത്ത് അങ്ങനെ വരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും ഇപ്പോ പിന്നെ ഞാനിങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പല 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 സമയങ്ങളിലും വളരെ വഴിത്തിരിവുകളിൽ ധൈര്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതും തരണം ചെയ്യാൻ പറ്റും. അത് എന്റെ പേഴ്സണൽ വിഷയം, എനിക്ക് വിഷയമേ അല്ല, അതല്ല വിഷയം. എനിക്കിത് ഞാൻ നാളെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലെങ്കിലും ഈ സ്ഥാപനം പുരോഗതിയിലേക്ക് പോകണം, ജനങ്ങൾക്ക് നല്ല സേവനം കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കിട്ടണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഉന്നയിച്ചതും. അപ്പൊ എന്റെ വിഷയം രണ്ടാമതേ വരുന്നുള്ളൂ. അതിനെപ്പറ്റി ഞാൻ വളരെ കൺസേൺഡ് അല്ല താനും.